Hi all, welcome to the class of Mechanics of Solids. I am Rihanna here. Today we are going to do some numerical problems from the portion Stresses on Inclined Planes. So, നമ്മുടെ ഫിഫ്ത്ത് മൊഡ്യൂളിലെ ഒരു പോർഷനാണ് സ്ട്രെസ്സസ് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻസ്. അതിൽ നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. A horizontal square bar of cross-sectional area 100 mm square is subjected to an axial tensile force of 10 kN. Find the normal stress, tangential stress and resultant stress on a plane, normal to which is inclined 30 degree to the axis of the bar. Question എന്താ? ഒരു ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ക്വയർ ബാർ, അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ 100 mm സ്ക്വയർ ആണ്. ആ ബാറിലേക്ക് ഒരു ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, 10 kN മാഗ്നിറ്റ്യൂഡുള്ള. ഈ പർട്ടിക്കുലർ ബാറിൻ്റെ നോർമൽ സ്ട്രെസ്സും ടാൻജൻഷ്യൽ സ്ട്രെസ്സും റിസൾട്ടൻറ്റ് സ്ട്രെസ്സും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ്? ഒബ്ലീക്ക് പ്ലെയിനിൽ. അതായത് ദി സ്ട്രെസ്സസ് ഓൺ എ പ്ലെയിൻ നോർമൽ ടു വിച്ച് ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി. 30 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്ന ഒരു ഒബ്ലീക്ക് ആംഗിൾഡ് പ്ലെയിനിൽ അല്ലെങ്കിൽ ഒരു ഒബ്ലീക്ക് പ്ലെയിനിലുള്ള നോർമൽ സ്ട്രെസ്സും ടാൻജൻഷ്യൽ സ്ട്രെസ്സും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ആദ്യം ഗിവൺ ഡാറ്റ എടുത്തെഴുതാം. നമുക്ക് ഏരിയ തന്നിട്ടുണ്ട് 100 mm സ്ക്വയർ, ആക്സിയൽ ലോഡ് പി തന്നിട്ടുണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 10 kN, ദാറ്റ് ഇസ് ഈക്വൽ ടു 10 × 10⁻³ ന്യൂട്ടൺ. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട് തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. സോ നമ്മുടെ ഇൻക്ലൈൻഡ് ഒബ്ലീക്ക് പ്ലെയിനെ നമുക്ക് AC എന്ന് വിളിക്കാം. അവിടെ നമുക്ക് രണ്ട് ഡയറക്ഷണൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. നോർമൽ സ്ട്രെസ്സിനെ സിഗ്മ എന്നും ടാൻജൻഷ്യൽ സ്ട്രെസ്സിനെ സിഗ്മ ടി എന്നും നൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. ആക്സിയൽ ഫോഴ്സും കാണിച്ചിട്ടുണ്ട്. സോ ഇനി നമുക്കപ്പം ആക്സിയൽ സ്ട്രെസ് സിഗ്മ എക്സ് ഉണ്ടെങ്കിൽ നോർമൽ സ്ട്രെസ്സും ടാൻജൻഷ്യൽ സ്ട്രെസ്സും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആക്സിയൽ സ്ട്രെസ് സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു ആക്സിയൽ ഫോഴ്സ് ബൈ ഏരിയ. ഇവിടെ നമുക്ക് ആക്സിയൽ ഫോഴ്സ് അറിയാം, 10 × 10⁻³ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്ന 100 mm സ്ക്വയർ. സോ ദിസ് വിൽ ഒബ്റ്റൈൻ ആസ് 100 Nm square. Now the normal stress is equal to the axial stress sigma x into cos square theta, that is 100 into cos square 30, which we will obtain the value as 75 Nm square. And now the tangential stress can be calculated by using the equation sigma x by 2 into sin 2 theta, that is equal to 100 divided by 2 into sin 2 into 30, that is equal to 50 sin 60 is equal to 43.3 Nm square. സോ നമുക്ക് ആക്സിയൽ സ്ട്രെസ് കിട്ടി, നോർമൽ സ്ട്രെസ് കിട്ടി, ടാൻജൻഷ്യൽ സ്ട്രെസ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് റിസൾട്ടൻറ്റ് സ്ട്രെസ് ആണ്. സോ നൗ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ റിസൾട്ടൻറ്റ് സ്ട്രെസ് സിഗ്മ ആർ. വി ക്യാൻ കാൽക്കുലേറ്റ് ദ റിസൾട്ടൻറ്റ് സ്ട്രെസ് സിഗ്മ ആർ ആസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് the squares, sum of the squares of the normal stresses and the tangential stress. So that is sigma r is equal to square root of sigma n the whole square plus sigma t the whole square, which is equal to square root of sigma n is equal to 75 square plus 43.3 square, that is equal to 86.6 Newton per mm square. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് നോർമൽ സ്ട്രെസ്സും ടാൻജൻഷ്യൽ സ്ട്രെസ്സും റിസൾട്ടൻറ്റ് സ്ട്രെസ്സും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമ്മൾ മൂന്നും കണ്ടുപിടിച്ചു. നോർമൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു 75 Newton per mm square. ടാൻജൻഷ്യൽ സ്ട്രെസ് ഈസ് നോട്ടേറ്റഡ് ബൈ സിഗ്മ ടി വിച്ച് ഈസ് ഈക്വൽ ടു 43.3 Newton per mm square. And the resultant stress is noted as sigma r, which is equal to 86.6 Newton per mm square. Okay, moving on to next problem. Here is a question. A piece of material is subjected to tensile stress of 100 Newton per mm square and 75 Newton per mm square at right angles to each other.
find normal, tangential and resultant stresses on a plane, the normal of which makes an angle of 40 degree with 100 Newton per mm square stress. Question എന്താ? ഇവിടെ a piece of material is subjected to a tensile stress of 100 Newton per mm square and 75 Newton per mm square at right angles to each other. അതായത് ഈ പർട്ടിക്കുലർ മെറ്റീരിയലിലേക്ക് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ടെൻസൈൽ സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. 100 Newton per mm square 75 Newton per mm square. So let sigma x be 100 Newton per mm square and sigma y be 75 Newton per mm square. അങ്ങനെയാണെങ്കിൽ ഈ പർട്ടിക്കുലർ മെറ്റീരിയൽ മൂലം ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിലുണ്ടാവുന്ന നോർമൽ ഈ പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ എക്സ് ഡയറക്ഷനിലെയും വൈ ഡയറക്ഷനിലെയും ബൈആക്സിയൽ ഫോഴ്സസ് മൂലം ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിലുണ്ടാവുന്ന നോർമൽ, ടാൻജൻഷ്യൽ ആൻഡ് റിസൾട്ടൻറ്റ് സ്ട്രെസ്സസ് ഡിറ്റർമൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട് 40 ഡിഗ്രി വിച്ച് മേക്സ് വിത്ത് 100 Newton per mm square സ്ട്രെസ്. നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് ഗിവൺ ഡാറ്റ എടുത്തെഴുതുക. സിഗ്മ എക്സ് ഈസ് ഇക്വൽ ടു 100 Newton per mm square, സിഗ്മ വൈ ഈസ് ഇക്വൽ ടു 75 Newton per mm square and the angle of inclination theta is equal to 40 degree. കാരണം എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നോർമൽ ഓഫ് വിച്ച് മേക്സ് ആൻ ആംഗിൾ ഓഫ് 40 degree വിത്ത് 100 Newton per mm square സ്ട്രെസ്സുമായിട്ടാണ് 40 degree. സോ ഹൊറിസോണ്ടൽ സ്ട്രെസ്സുമായിട്ടാണ് 40 degree. സോ സിഗ്മ എക്സ് 100 Newton per mm square എടുത്തു, സിഗ്മ വൈ 75 Newton per mm square എടുത്തു. So we have to determine the normal stress and tangential stress and resultant stress. For that, let the normal stress be sigma n, tangential stress be sigma t and the resultant stress be sigma r. So normal stress ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഫോഴ്സ് രണ്ട് ഡയറക്ഷനിലേക്കുമാണ് ആക്ട് ചെയ്യുന്നത്. സോ ബൈആക്സിയൽ ഫോഴ്സ് ആണ് ഇൻക്ലൈൻഡ് പ്ലെയിനിലേക്ക് ആക്ട് ചെയ്യുന്നത്. സോ we can write the equation as normal stress sigma n is equal to sigma x cos square theta plus sigma y sin square theta. So we can substitute the value. Sigma x നമുക്കറിയാം 100 cos square theta value 40 plus sigma y value നമുക്കറിയാം 75 sin square theta value 40. So we will obtain the answer as 89.67 Newton per mm square. And now for tangential stress, നമുക്ക് സിഗ്മ എക്സിൻ്റെ വാല്യൂ അറിയാം 100, സിഗ്മ വൈ 75 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ 2 ഇൻറ്റു 40 ദാറ്റ് ഇസ് ഇക്വൽ ടു 100 മൈനസ് 75 25 ഡിവൈഡഡ് ബൈ 2 12.5 സൈൻ 8 ഡിഗ്രി വിച്ച് ഇസ് ഈക്വൽ ടു 12.31 ന്യൂട്ടൺ പെർ എം സ്ക്വയർ. സോ നമുക്ക് ടാൻജൻഷ്യൽ സ്ട്രെസ്സും നോർമൽ സ്ട്രെസ്സും കിട്ടി. Now we have to calculate the resultant stress sigma r. Sigma r is equal to root of sigma n square plus sigma t square. നമുക്കറിയാം സിഗ്മ എന്നിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 89.67 സ്ക്വയർ പ്ലസ് സിഗ്മ ടിയുടെ വാല്യൂ 12.31 square. So we will obtain the answer as 90.51 Newton per mm square. So ഇനി നമുക്ക് ഈ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കണം. ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ ടി ബൈ സിഗ്മ എൻ. ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഇത് സിഗ്മ ടി, സിഗ്മ എൻ, റിസൾട്ടൻ്റ് സിഗ്മ ആർ. സോ ആംഗിൾ ആൽഫ കണ്ടുപിടിക്കാൻ വേണ്ടി വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ ടിയുടെ വാല്യൂ നമുക്കറിയാം 12.31 ഡിവൈഡഡ് ബൈ സിഗ്മ എന്നിൻ്റെ വാല്യൂ 89.67. So we will obtain the angle as 7.82 degrees. സോ നമ്മൾ നോർമൽ സ്ട്രെസ്സ് കണ്ടുപിടിച്ചു, ടാൻജൻഷ്യൽ സ്ട്രെസ്സ് കണ്ടുപിടിച്ചു, അവിടെ നമ്മൾ റിസൾട്ടൻറ്റ് സ്ട്രെസ്സ് കണ്ടുപിടിച്ചു, ആൻഡ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും കണ്ടുപിടിച്ചു. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.